മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മനസ്സിനെ ആരാധനകളിൽ എത്തിക്കുക എന്നതാണ് മശായിഖന്മാർ ചെയ്തിട്ടുള്ളത്. ഫിഖ് അതിൻ്റെ ബാഹ്യതരം പഠിപ്പിച്ചപ്പോൾ അതിനെ മനസ്സിനെ കൊണ്ടുപോയിട്ട് ഇലാഹിൽ കൊണ്ടുപോയി കെട്ടി, ഇലാഹിൻ്റെ ദിക്റിൽ കെട്ടി. ഇലാഹിൽ കൊണ്ടുപോയി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇലാഹിൻ്റെ ദിക്റിൽ കെട്ടി. ഇലാഹിൻ്റെ ദിക്റിൽ കൊണ്ടുപോയിട്ട് കെട്ടിയപ്പോൾ എന്താണ്, ഒരു സെക്കൻഡ് ദിക്ർ ഇല്ലാതെയായില്ല. റൂഹും ദിക്റും തമ്മിൽ കടുത്ത ബന്ധമുണ്ടായി. നമുക്ക് ദിക്റും നാവും തമ്മിലാണ് ബന്ധം, ദിക്റും റൂഹും തമ്മിൽ ബന്ധം ഇല്ല. അപ്പോൾ പിന്നെ തെറ്റ് ചെയ്യാൻ കഴിയൂല. റൂഹിനെ ഇലാഹിൻ്റെ ഇങ്ങോട്ട് നോക്ക്, ശരിക്കും ശ്രദ്ധിക്കുക, ഇങ്ങോട്ട് നോക്ക്. റൂഹിനെ ഇലാഹിൻ്റെ ദിക്റിൽ കൊണ്ടുപോയി കിട്ടിയാൽ ആ മനുഷ്യൻ തെറ്റിയാൻ കഴിയില്ല. എന്തുകൊണ്ട്? സദാസമയം ആ ദിക്ർ അവനെ ബാധിച്ചുകൊണ്ടിരിക്കും. എന്താണ് ഈ ദിക്ർ? ഇപ്പോൾ നമ്മൾ ചൊല്ലിയതാണ് ദിക്ർ, അതൊരു ബോധമാണ്. ഇപ്പോൾ നമ്മൾ ചൊല്ലിയത് സത്യത്തെ ദിക്റുമല്ല, ഇതിന് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയും. എന്താണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ? സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു ഉത്ബോധനമാണ്. ആർക്ക്? അത് ചൊല്ലുന്നവനല്ലേ. അല്ലാഹുമ്മ അൻത റബ്ബി, നീയാണ് എൻ്റെ രക്ഷിതാവ്. ഖലഖ്തനി, നീയാണ് എന്നെ പഠിച്ചത്. വഅന അബ്ദുക, ഞാൻ നിന്റെ ദാസനാണ്. വഅന അലാ അഹദിക വഅദിക, ഞാൻ നിന്നോട് ചെയ്ത കരാറ് പാലിക്കുന്ന വിധത്തിലും നീ എനിക്ക് ചെയ്തിട്ടുള്ള വാഗ്ദത്തത്തെ നേടിയെടുക്കാനുള്ള അധ്വാനത്തിലുമാണ്. മസ്തതഅതു, എൻ്റെ കഴിവനുസരിച്ച്. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകളും തിന്മകളും ഞാൻ നിന്നെ കൊണ്ട് തന്നെ ഞാനതിൽ അഭയം തേടുന്നു, നിന്നോട് അഭയം തേടുന്നു. എനിക്കതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. ഞാൻ ചെയ്ത തെറ്റുകൾ എന്നെ തന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ പ്രശ്നവും നിനക്കെ തീർക്കാൻ കഴിയും. അഊദു ബിക മിൻ ശർരി മാ സനഅതു, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾ എന്നെ ആക്രമിച്ചു. ശരിക്കും ശ്രദ്ധിക്കുക, ഇതൊരു ബോധമാണ്, ഇതൊരു ഉത്ബോധനമാണ്. ഇത് കേവലം ഒരു ദിക്റല്ല, ഒരു ബോധമാണ്. അബൂഉ ലക ബിനിഅമതിക അലയ്യ, ഞാൻ നിന്നിലേക്ക് മടങ്ങുന്നു നീ എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ കൊണ്ട്. വഅബൂഉ ബിദംബി, എൻ്റെ കുറ്റം കൊണ്ടും ഞാൻ നിന്നിലേക്ക് മടങ്ങും. ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തിരുന്നു, നീ എനിക്ക് അപാരമായ അനുഗ്രഹം ചെയ്തു. ആ അനുഗ്രഹങ്ങളോടുകൂടെ ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരികയാണ്. എന്താണ് ഈ തിരിച്ചു വരൽ? നീയാണ് അനുഗ്രഹം ചെയ്തത് എന്നെ സമ്മതിക്കലാണ്. എൻ്റെതായി ഒന്നുമില്ല. പിന്നെ എൻ്റെ അബദ്ധങ്ങളെ പരിഹരിക്കാൻ എനിക്ക് കഴിയില്ല എന്ന തിരിച്ചറിവിലും ഞാൻ എത്തിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ അബദ്ധങ്ങളെ പരിഹരിക്കാൻ കഴിയില്ല, അത് നീ പരിഹരിച്ചു. എനിക്ക് പുറത്തു തരണം. കുറ്റം പുറത്തു തരാൻ നിനക്കല്ലാതെ ഒരാൾക്ക് കഴിയൂല. ഒരു ബോധമാണ്. മനസ്സിലായോ പറഞ്ഞത്? ദാക്കിറിൻ്റെ റൂഹ് ബന്ധപ്പെടണം ദിക്റിനോട്. ഇന്ന് ദാക്കിറിൻ്റെ ലിസാനാണ് ബന്ധപ്പെടുന്നത്. അതുകൊണ്ട് ദിക്ർ ചെല്ലുന്ന നമ്മൾ തന്നെ ഫിത്ന ഉണ്ടാക്കും നാട്ടിൽ. ഈ ദിക്ർ നമ്മൾക്കൊരു നമ്മുടെ നാവിൽ നിന്ന് നമ്മുടെ തലച്ചോറിലേക്കൊരു വിഷയം കയറി ചെല്ലും. എന്താണ് ആ വിഷയം? അത് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങും. ഈ നാവിൽ നിന്ന് നമ്മുടെ ദിക്ർ, ഇന്ന് നമ്മുടെ 90% ദിക്ർ നാവിൽ നിന്ന് തലച്ചോറിലേക്ക് കയറി ചെല്ലും. എന്താണ് തലച്ചോറിലേക്ക് എത്തുന്നത്? ഞാനാണ് ദാക്കിർ, ഞാനാണ് നല്ലവൻ. അതങ്ങനെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്കും ഇറങ്ങും. നീ യോഗ്യനാണ് എന്ന ഹൃദയം നമ്മോട് പറയും. ഇത് സത്യത്തിൽ ദിക്ർ ഉണ്ടാക്കിയതല്ല. ലിസാൻ ജാരിയായ ദിക്റിൽ, നാവിൽ ജാരിയായ ഈ ദിക്ർ കാരണം നാവിനുണ്ടായ ഫഖ്റാണ്. എന്തുകൊണ്ട്? ഒരു ഉണർന്നിരിക്കുന്ന കൽബ് നാവിൻ്റെ താഴെയില്ല. ഉണ്ടെങ്കിൽ നാവിനെ കൽബ് നിയന്ത്രിക്കും. എൻ്റെ കുട്ടികൾ ശരിക്കും ചിന്തിക്കണം. കയറിയിരിക്കുക എല്ലാം ചിന്തിക്കണം. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നൊരു ചിന്ത നമുക്കില്ല. കുട്ടി, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയാൽ പിന്നെ തൃപ്തിപ്പെടുത്തുക എന്ന ചിന്ത നമ്മുടെ ലക്ഷ്യമായി കഴിഞ്ഞാൽ നീ ഒരു പണ്ഡിതനൊന്നും ആകണമെന്നില്ല. നീ ഒരു രാജാവായാലും നീ രക്ഷപ്പെടും. അതേസമയത്ത് ആ ചിന്തയിൽ നീ എത്തിയിട്ടില്ലെങ്കിലും, ഞാനും നീ എത്തിയില്ലെങ്കിൽ, നീ പണ്ഡിതനായിട്ടും നീ രക്ഷപ്പെടുകയുമില്ല. ഞാൻ ഈ ആഴ്ച ഇവിടെ ഉസ്മാനി ഖലീഫമാരുടെ താരീഖ് വായിച്ചിട്ടുണ്ട്, അവരുടെ വസിയ്യത്തുകൾ. ഇനി കുറച്ച് വായിക്കാൻ കിടക്കും. നിങ്ങൾ ഈ ഒരാഴ്ച ഇവിടെ നടന്ന പ്രസംഗങ്ങൾ ഒന്നും കൂടെ നിങ്ങളൊന്ന് കേൾക്കി. ചില രാജാക്കന്മാർ അവരുടെ മനസ്സിനെ പഠിക്കും. അവർ രാജാക്കന്മാരായിരുന്നു, പക്ഷേ അവർ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അർപ്പാടാണ്. അതേ സമയത്ത് പണ്ഡിതന്മാർ എന്ന് പറയുന്ന
ആളുകൾ, ഞാൻ കുറ്റപ്പെടുത്തല്ല, അപ്പം നമ്മളൊക്കെ തന്നെ നമ്മൾ ദീൻ്റെ ഖാദിമുകളാണ്. പക്ഷെ ആ ചിന്തയിലേക്ക് ഇപ്പോഴും നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ ഒരു വ്യക്തമായ ഒരു സത്യം കിടക്കുന്നുണ്ട്. എന്താണ്? നമ്മളിപ്പോൾ ഈ കൊല്ലം റമദാൻ കഴിഞ്ഞാൽ നമ്മൾ നന്നാവാൻ പോണില്ല, ഒരിക്കലും നന്നാവാൻ പോണില്ല. കഴിഞ്ഞ എത്രയോ റമദാൻ കഴിഞ്ഞിട്ട് നമ്മൾ നന്നായില്ല, ഈ റമദാൻ കഴിഞ്ഞ് നമ്മൾ നന്നാവാൻ പോണില്ല. എപ്പോൾ ഏതുവരെ നമ്മൾ ചെയ്യുന്ന അമലുകളെയും നമ്മൾ ഉരുവിടുന്ന മന്ത്രങ്ങളെയും ദിക്റുകളിലേക്കും നമ്മുടെ റൂഹിനെ കൊണ്ടുപോയി കെട്ടാൻ നമുക്ക് കഴിയണം. എന്നിട്ട് ആ പദങ്ങളുടെ ഉള്ളു തുറന്നിട്ട് റൂഹ് അതിൽ പ്രവേശിക്കണം. അത് നമ്മെ മാറ്റിക്കളയും. മാറ്റുക എന്ന് പറഞ്ഞാൽ നീ എടുക്കുന്ന പണിയെടുത്തോ, നീ രാജാവാകും, നീ മന്ത്രിയാവും, മന്ത്രിയായ മന്ത്രിമാരില്ലേ, നീ മന്ത്രിയായാലും എന്ത് കുഴപ്പമില്ല, മന്ത്രിയാവും. അള്ളാഹ്ക്ക് വേണ്ടി മന്ത്രിയായ എത്ര ആയിരങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. അള്ളാഹ്ക്ക് വേണ്ടി മന്ത്രിയായവർ, അള്ളാഹ്ക്ക് വേണ്ടി രാജാവായ എത്രയേറെ ആളുകൾ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. നൂറുകണക്കിന് രാജാക്കന്മാരില്ലേ അള്ളാഹ്ക്ക് വേണ്ടി രാജാവായവർ? അള്ളാഹ്ക്ക് വേണ്ടി യോദ്ധാവായവർ ഇല്ലേ? അള്ളാഹ്ക്ക് വേണ്ടി യോദ്ധാവായവർ ഇല്ലേ? അള്ളാഹ്ക്ക് വേണ്ടി രാജാവായവർ ഇല്ലേ? അള്ളാഹ്ക്ക് വേണ്ടി മന്ത്രിയായവരില്ലേ? എന്തുകൊണ്ട് അവർക്കതിന് കഴിഞ്ഞു? അവരുടെ, നിങ്ങൾ നോക്കൂ മക്കളെ, നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ നിങ്ങളാണ്. നാളെ നിങ്ങൾ ഈ സമുദായത്തിന് പണ്ഡിതന്മാരാണ്. അതിനോട് ഓരോ പദവും ശ്രദ്ധിക്കണം. നിങ്ങൾ പറയുമ്പോൾ ഈ പറയുന്ന ഓരോ പദവും ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ഒരു രണ്ട് വാരിക്കൂടിനിടയിലാണ് നമ്മുടെ ശത്രു. ഇത് നമ്മൾ തന്നെയാണ്. ഇതിനാണ് എവിടെ ഓക്കെ, ശരി. വജാഹിദും ബിഹി ജിഹാദൻ കബീറാ. വജാഹിദും ബിഹി, നിങ്ങൾ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യണം. ജിഹാദൻ കബീറ, അതാണ് ഏറ്റവും വലിയ ജിഹാദ്. അങ്ങനെയുള്ള ജിഹാദ് ചെയ്യണം. അപ്പോൾ അള്ളാഹു നമ്മളോട് പറയുന്ന ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് വാളുകൊണ്ടല്ല, അതൊക്കെ ചെറിയതാണ്. ഇതിന് അനിവാര്യമായ ഘട്ടത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ ജിഹാദ്. ബിസൈഫ്, വാളുകൊണ്ട്. എന്നാൽ ഖുർആൻ കൊണ്ടൊരു ജിഹാദ് എന്നും ചെയ്യാം. അവിടെ വാളില്ല. ഖുർആൻ കൊണ്ട് വെട്ടണം. ഓട് മുജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. മുജാഹിദും, നീ എല്ലാ തിന്മകളോടും നീ സമരം ചെയ്യണം. തിന്മയുടെ ആളുകളോടും അതിലാദ്യത്താൾ നീ തന്നെ. ബിഹി, എന്തുകൊണ്ട്? ഖുർആൻ കൊണ്ട്. എങ്ങനെയുള്ള ജിഹാദ്? ജിഹാദൻ കബീറൻ, ഏറ്റവും വലിയ ജിഹാദ്. ഏറ്റവും വലിയ ജിഹാദ് വാളുകൊണ്ടല്ല, ഏറ്റവും വലിയ ജിഹാദ് ഖുർആൻ കൊണ്ടാണ്. എന്താ ഖുർആൻ? അത് നീ നന്നാക്കണം. നീ നിനക്കെതിരെ സമരം ചെയ്യണം. യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം. ആയത്തുകൾ നബി ഓടിത്തരണം. ആയത്തുകൾ ഓടിത്തരുകയും നബി നിങ്ങളെ ശുദ്ധീകരിക്കുകയും വേണം. അപ്പോൾ വചനങ്ങൾ നാവിന്റെ പുറത്തൂടെ പോയാൽ പോരാ, വചനങ്ങൾ താഴത്തേക്ക് ഇറങ്ങണം. വചനങ്ങൾ താഴത്തേക്ക് ഇറങ്ങിയാലോ പിന്നെ എന്ത് പേടി? ഈ ലോകത്തൊന്നിനും പേടിക്കേണ്ടിയില്ല, അല്ലാഹുവല്ലാതെ. അള്ളാഹുവിനെ പേടിക്കുന്നവന് ഈ ലോകത്തൊന്നിനും പേടിക്കേണ്ടി വരില്ല. അള്ളാഹുവിനെ പേടിക്കാത്ത ഒരാൾക്ക് പേടിക്കേണ്ടതല്ലാത്ത ഒന്നും ഈ ലോകത്തുണ്ടാവുകയില്ല. അള്ളാഹു ആണ് നമ്മുടെ രക്ഷിതാവ് എന്നതിലേക്ക് മനസ്സിനെ കൊണ്ടുവരും. ഈ 30 ദിവസം കൊണ്ട് അവിടേക്ക് എത്താൻ കഴിഞ്ഞാൽ തന്നെ ഭാഗ്യം. പക്ഷെ അത് ഭയങ്കര പ്രയാസമാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമു. അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറയുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ തനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും. എപ്പോൾ ഇറങ്ങി വരും? എപ്പോഴും എപ്പോൾ ഇറങ്ങി വരും? എപ്പോഴും ഇറങ്ങി വരും. എപ്പോഴും മലക്കുകൾ മജ്‌ലിസിൽ വന്ന് എത്ര മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ സദസ്സുകളിൽ സദാ മലക്കുകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ആളുകളാണ്. ചിന്തിക്കണം. ആകാശത്തെ മലക്കുകൾ ഭൂമിയിൽ നമ്മുടെ മജ്‌ലിസിൽ വരും, നമ്മുടെ വീട്ടിൽ വരും. ചിന്തിക്കണം.
ഖുർആൻ മുനാഫിഖും ഓടുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതേ സമയത്ത് ഖുർആൻ മുഅ്മിൻ ഓടിയാലോ മലക്കുകൾ വരും. ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് കുതിരയെ കെട്ടിയിട്ടിരുന്നു. അദ്ദേഹം യാത്ര ചെയ്യുന്ന കുതിരയുണ്ടായിരുന്നു. അദ്ദേഹം ഖുർആൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുതിര തുള്ളിക്കളിക്കാൻ തുടങ്ങി. വകാന ഇബ്നുഹു യഹ്യ ഖരീബൻ മിൻഹാ ഫഖാഫ അല ഇബ്നിഹി. അദ്ദേഹത്തിന്റെ കുട്ടി മുറ്റത്ത് കളിക്കുന്നുണ്ട്. രാത്രി കുതിരയെ മുറ്റത്ത് കെട്ടിയിട്ടുണ്ട്. കുതിര തുള്ളിച്ചാടാൻ തുടങ്ങിയപ്പോൾ കുട്ടി അതിൻ്റെ അടുത്തെങ്ങാനും പോയിട്ട് കുട്ടിയെ ചവിട്ടിയാലോ എന്ന് വിചാരിച്ച് ഓത്ത് നിർത്തിയിട്ട് അദ്ദേഹം മുറ്റത്തേക്ക് ഇറങ്ങി. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയൊരു സംഭവമാണ് മുസ്തഫ നബിയുടെ കാലത്ത്. ഏതാ സ്വഹാബി? ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? പ്രഗൽഭ സ്വഹാബിയായ ഉസൈദ് ബിൻ ഹുദൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്ന നേരത്ത് വീട്ടിൻ്റെ മുറ്റത്ത് കുതിരയുണ്ട്. കുതിര എങ്ങനെ ചാടി കളിക്കാൻ തുടങ്ങി. വകാന ഇബ്നുഹു യഹ്യ ഖരീബൻ മിൻഹാ. തൊട്ടടുത്ത് ആരുണ്ട്? സ്വന്തം മകൻ യഹ്യയുണ്ട്. യഹ്യ മുറ്റത്ത് കളിക്കുന്നുണ്ട്, കുതിര തുള്ളിച്ചാടുന്നുണ്ട്. അപ്പോൾ ഖാഫ അല ഇബ്നിഹി. കുട്ടിയുടെ മേൽ കുതിര ചവിട്ടിയാലോ? കുട്ടി നടന്ന് ചെറിയ കുട്ടിയല്ലേ, കുതിരൻ്റെ അടുത്തേക്ക് പോയി കുതിര ചവിട്ടിയാലോ കുട്ടി മരിച്ചു പോകില്ലേ? വേഗം അദ്ദേഹം ഓട്ട് നിർത്തിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ വീട്ടിന്റെ പരിസരം മുഴുവനും ഒരു തരം തൂക്കുവിളക്കുകൾ, വീടിന്റെ പരിസരം ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. അംസാലുൽ മസ്വാബിഹ്. വീട്ടിന്റെ പരിസരം മുഴുവൻ വിളക്ക് തൂക്കിയിട്ടതുപോലെ ഉണ്ട്. മിസ്ബാഹ് വിളക്ക്, മസ്വാബിഹ് വിളക്കുകൾ. ഫഖാഫ. അപ്പോൾ അദ്ദേഹത്തിന് പേടിയായി. ഫഅഖദ ഇബ്നഹു. മകനെ എടുത്തു. ഫഅഗ്ലഖ ബാബഹു അലൈഹി. വാതിലും അടച്ച് അദ്ദേഹത്തെ പോയി പേടിയിട്ട്. ഫലമ്മാ അസ്ബഹ. നേരം വെളുത്തു. എന്തത് മനസ്സിലാക്കാൻ കഴിയില്ല. ഭയങ്കര വിളക്കുകൾ തൂക്കിയിട്ടതുപോലെ. നേരം ഇത് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ സംഭവമാണ്. നേരം വെളുത്തപ്പോൾ ബഹാനായ ഉസൈദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയോട് പോയി പറഞ്ഞു, നബിയെ ഇന്നൊരു അത്ഭുതമുണ്ട്. എന്തുണ്ടായത് ഉസൈദേ? ഇങ്ങനെ രാത്രി വീട്ടിൻ്റെ പരിസരത്ത് വിളക്ക് തൂക്കിയിട്ടതുപോലെ കണ്ടു. അപ്പോൾ ഹബീബായ നബി ചോദിച്ചു, മാതാ ഫഅൽതു, നീ എന്ത് ചെയ്തിരുന്നു? ഞാൻ അൽ ബഖറ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്റെ ചെയ്തത് ഞാൻ നിർത്തി, പേടിയിട്ട് വാതിലടച്ചകത്തേക്ക് പോയി. അപ്പോൾ ചോദിച്ചു, ഓടിക്കൂടായിരുന്നു ഉസൈറേ? തിൽക്കൽ മലായിക, അത് മലക്കുകളാണ്. ധനത്തിരിക്രാത്തിക്ക, നിന്റെ ഒത്ത് കേട്ട് വന്നതാണ്. 1, 2, 10, 100 അല്ല. പരിസരം മുഴുവനും തോട്ടം മുഴുവനും വിളക്കുകൾ നിറഞ്ഞിട്ട്. ഇത് നബിയാണോ? അല്ല, ഒരു മുഅ്മിനായ മനുഷ്യൻ. അല്ലാഹു ദർജ കൊടുക്കട്ടെ. പിന്നെ നമുക്ക് എന്താ പ്രശ്നം? അതേ സമയത്ത് മുനാഫിഖ് ഖുർആനോടും എന്ന് മുഹമ്മദ് മുസ്തഫ. എന്താണ് ഈ മുനാഫിഖ്? ആ പറയുന്നതുമായി ഒരു ഹൃദയബന്ധവും അവനിക്കില്ല. വളരെ ചിന്തിക്കണം. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂഫികളായ സാലിഹ്യങ്ങളെ കൂട്ടിപ്പിടിക്കേണ്ടി വരുന്നത് അതൊരു ഘട്ടമാണ്, അതൊരു രംഗമാണ്. എളുപ്പമാക്കി തരും അവർ, അവർക്ക് കഴിയുമെങ്കിൽ. മനസ്സിലാക്കണം, ചിന്തിക്കണം. ഹൃദയം നന്നാവന്നെ വേണം. ഹൃദയം നന്നാവന്നെ വേണം. എല്ലാം പണിയെടുക്കണം. ഹൃദയം നന്നാവും. മനസ്സിലാവസ്തഫിരി. ഹൃദയത്തിലുണ്ടല്ലോ ഒരു വരി. ചിലപ്പോൾ സുന്നത്തുകളിൽ അഭിരമിക്കുന്ന മനുഷ്യൻ, ആ സുന്നത്തുകൾ അഭിരമിക്കുമ്പോൾ ചിലപ്പോൾ മനുഷ്യൻ അത് ഫഖർ കൊണ്ടുവരും. ആ ഫഖർ അഹങ്കാരബോധം. ഞാൻ ദിക്ർ ചൊല്ലുന്നു എന്ന അഹങ്കാരബോധം, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നു എന്ന അഹങ്കാരബോധം, ഞാൻ ഖുർആൻ ഓതുന്നു എന്ന അഹങ്കാരബോധം. ഈ അഹങ്കാരബോധം ആര് നൽകും? നാവ് നേരെ തലച്ചോറിൽ നൽകും. അതങ്ങനെ തന്നെ ഹൃദയത്തിലേക്ക് ഇറങ്ങും. ഹൃദയത്തിനാകട്ടെ ശുദ്ധീകരണം നടക്കാത്തത് കൊണ്ട് ഹൃദയത്തിനെ നാവിനെയോ തലച്ചോറിനെയോ നിയന്ത്രിക്കാൻ കഴിയുകയില്ല. പ്രശ്നം. അതുകൊണ്ട് നമ്മളുടെ ചെറുപ്പത്തെ നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ ഹൃദയത്തിന് എന്തു കഴിയും? ഹൃദയത്തിന് എന്താ കഴിയാത്തത്? ഹൃദയത്തിന് കഴിയാത്ത എന്താ? ബഹുമാനപ്പെട്ട
ബഹുമാനപ്പെട്ട ഇമാം സുഹ്റവർദി റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക് ഷെയ്ഖുൽ അക്ബർ വന്നു. ദർസ് നടക്കുകയാണ്. ഇമാം സുഹ്റവർദി റളിയല്ലാഹു ഷെയ്ഖുൽ അക്ബർ വന്നു. എന്നിട്ട് ദർസിൽ നടത്തുന്ന ആൾ വന്നിരുന്നു. അങ്ങനെ ഇരുന്നു. ഇമാം സുഹ്റവർദി റളിയല്ലാഹു അടുത്ത് വന്ന് ഇങ്ങനെ ഇരുന്നു. ഷെയ്ഖുൽ അക്ബർ ഒന്ന് സുഹ്റവർദി തുരീഖത്തിന്റെ ഷെയ്ഖാണ്, ഒന്ന് കുബ്രവിയ തുരീഖത്തിന്റെ ഷെയ്ഖ്. ഷെയ്ഖുൽ അക്ബർ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അപ്പം അതക്കലമ ബൈനഹുന്ന മിണ്ടിയൊന്നുമില്ല. കുറെ നേരം ഇരുന്നു. ഷെയ്ഖുൽ അക്ബർ എണീറ്റ് പോയി. പിന്നെ തിരിച്ചു വരുമൊന്നുമില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്, പ്രത്യക്ഷത്തിൽ കാണുകയാണ്. പിന്നെ അവർ ഡമസ്കസിലേക്കും ബഗ്ദാദിൽ നിന്ന് മിണ്ടിയൊന്നുമില്ല. ദർസ് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഇമാം സുഹ്റവർദിയോട് ചോദിച്ചു, മൻ? അപ്പോൾ പറഞ്ഞു, ബഹറുൻ ലാ സാഹില ലഹു, ഇതൊരു ബഹറാണ്, ഇതിന് അറ്റമില്ല, തീരമില്ലാത്ത ബഹറാണ്. ഇത് ഇമാം ഇബ്നു അറബിയാണ് വന്നത്. ഇവിടെ എന്തേ സംഭവിച്ചത്? ഹൃദയത്തെ ഉൾക്കൊള്ളുക, നാവ് പറയേണ്ടതില്ല. അതാണ് അവരുടെ ഹൃദയത്തിന് കഴിവ്. എൻ്റെ കൂടെ ഇല്ല, മനസ്സിലായില്ല. ഈ ഹൃദയത്തിനുള്ളതെല്ലാം ആ ഹൃദയം കണ്ടു, ആ ഹൃദയത്തിനുള്ളത് ഈ ഹൃദയം. എന്തേ? അത്രയും വലിയ സഫിയായ ഹൃദയമാണ് ഒരു ഹൃദയം. മനസ്സിലായല്ലോ? അതാണ് ഇസ്തിഫാ, അതാണ് ശുദ്ധീകരണം. ഇന്നല്ലാഹു ഇസ്തഫാ ആദമ വനൂഹൻ. കണ്ണാടിയാകല. ഇന്നല്ലാഹു ഇസ്തഫാ ആദമ വനൂഹ വആല ഇബ്രാഹീമ വആല ഇംറാന അലൽ ആലമീൻ. ശുദ്ധീകരണം നടക്കണം. ഇലാഹിന്റെ ദിക്റിൽ നമ്മുടെ റൂഹിനെ കൊണ്ടുപോയി കിട്ടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് തരട്ടെ. നീ മനസ്സാറിഞ്ഞ ആമീൻ പറയും. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു ഒരു തെർബിയത്തിന് വഴി പറഞ്ഞു തരാണ്. എൻ്റെ ക്ലാസ്സിൽ, ഈ ക്ലാസ്സിൽ വരുന്നവരൊക്കെ അല്ലേ എല്ലാം ഞാനുമായൊരു ഹൃദയബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് ഞാനൊരു വാതിൽ നിങ്ങൾക്ക് തുറന്നു തരികയാണ്. ഇത് നമുക്ക് ഉപകരിക്കും. എനിക്കും നിങ്ങൾക്കൊക്കെ ആനെ പേടിക്കുക, റബ്ബിനെ പേടിക്കുക, മുഅ്മിനീങ്ങളായ ആളുകളെ വഴിയിൽ ജീവിക്കുക, സ്വന്തത്തിൽ അഹങ്കരിക്കാതിരിക്കുക. അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ഈ കൊല്ലം നന്നാവില്ല. നന്നാവണ്ടേ? നിസ്കാരം കൂടിയത് നന്നാവില്ലല്ല, നോമ്പ് കൂടിയത് നന്നാവില്ലല്ല, നന്നാവില്ല. അതൊന്നും നന്നാവില്ലല്ല. അതൊക്കെ ഒരു നന്നാവില്ല, ഒരു രീതി. നന്നാവലല്ലേ? നന്നാവും ചെയ്യാം, നശവും ചെയ്യാം. ചിന്തിക്കണം. നന്നാവില്ല. നാട്ടുകാരെ മുഴുവൻ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഒരുത്തൻ കച്ചവടം ചെയ്യും. അപ്പോൾ വാപ്പയമ്മ എന്ത് മനസ്സിലാക്കി? ഭയങ്കര കച്ചവടം. മനസ്സിലായി? അങ്ങനെ എത്രയോ ആളുകളുണ്ട്. ഒരു പ്രത്യക്ഷമായ അടയാളാണ് കച്ചവടം നടക്കൽ. എന്നാൽ അവൻ്റെ പൈസ ആവില്ല, എന്നാൽ ആരും അറിയില്ല. എന്നതുപോലെയാണ് നിസ്കാരം കൂടുതലും, നോമ്പ് കൂടുതലും, ദിക്ർ കൂടുതലും. അതുകൊണ്ട് നാളെ നന്നാവില്ല. ആട് നന്നാക്കണമെങ്കിൽ നിലപാട് നന്നാവും. ദീൻ എന്നാൽ ഒരു നിലപാടാണ്. അമ്പിയാക്കളുടെ ഒരു നിലപാടാണ്. അസ്ഹാബിന്റെ ഒരു നിലപാടാണ്. എല്ലാം നിലപാടാണ്. നമ്മൾ നിലപാടുണ്ടാവണം. എന്താ നിലപാട്? ഞാനൊന്നുമല്ല, എൻ്റെ റബ്ബാണ് യോഗ്യൻ, ഞാൻ അയോഗ്യനാണ്, ഞാൻ അയോഗ്യനാണ്, ഞാൻ യോഗ്യനല്ല, ഞാൻ യോഗ്യനേ അല്ല, ഞാൻ അയോഗ്യനാണ്. ഇതാണ് നിലപാട്. അള്ളാഹുവിന് തൗഫീഖ് തരട്ടെ. ഞാൻ യോഗ്യനല്ല, ഞാൻ അയോഗ്യനാണ്, ഞാൻ യോഗ്യനല്ല. സുബ്ഹാനല്ലാഹ്, 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 സുബ്ഹാനല്ലാഹ്. അട്ടി ഓടിച്ചു. ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തന്റെ സദസ്സിൽ സുബ്ഹാനല്ലാഹ് ചൊല്ലിയവനെ അട്ടി ഓടിച്ചു. ഫഇന്ന സുബ്ഹാനല്ലാഹ് ഫഇന്ന ഖൗലക സുബ്ഹാനല്ലാഹി ശിർകുൻ. എൻ്റെ സുബ്ഹാനല്ലാഹ് ശിർക്കാണ്. തുനസ്സിഹു ബിതിൽകൽ കലിമ ഇയ്യാക. നീ അതുകൊണ്ട് പരിശുദ്ധനാക്കുന്നത് നിന്നെ തന്നെയാണ്. മനസ്സിലായില്ല? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ ഇവൻ ജനങ്ങളടിയിൽ വരുത്തി തീർക്കുകയാണ്. എന്ത്? ഞാൻ പരിശുദ്ധനാണ്. ഫഇന്ന ഖൗലക സുബ്ഹാനല്ലാഹി ശിർകുൻ. എൻ്റെ സുബ്ഹാനല്ലാഹ് ശിർക്കാണ്. പോടെ പണി നോക്കി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? സുബ്ഹാനല്ലാഹ് എന്തിൻ്റെ വാക്കാവും? ശിർക്കിൻ്റെ വാക്കാവും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? കയറിയിരിക്കുക. തന്നെയല്ലേ ഇപ്പം നമ്മളെ അവസ്ഥ എന്താ? അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഒക്കെ ഹൃദയത്തിന്റെ ഉള്ളറിയുന്ന ആളുകളാ. മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു തന്റെ സദസ്സിൽ സുബ്ഹാനല്ലാഹ്
എന്ന് പറഞ്ഞവർ ഷെയ്ഖ് ഉണ്ടായിരുന്നു. ഷെയ്ഖ് സാധാരണക്കാരനല്ല, ഖാദിയൻ ഫീന ഖറിയത്തിന്, ഒരു നാട്ടിലെ ഖാദിയ. അയാൾ എന്ത് പറഞ്ഞു? സുബ്ഹാനല്ലാഹ് ഫഖാൽ, പോടാ, ഫഇന്ന ഖൗലക സുബ്ഹാനല്ലാഹി ശിർകുൻ, നിന്റെ സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് ശിർക്കാണ്. അൻത തുനസ്സിഹു ഇയാക്, നീ പരിശുദ്ധനാക്കുന്നത് നിന്നെ തന്നെയാണ്, ആരെയല്ല, അല്ലാഹനല്ല. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന അർത്ഥം ഇത് അല്ലോനാണെന്നാണ്. മനസ്സിലായില്ല? അങ്ങനെ തന്നെയല്ലേ, അങ്ങനെ തന്നെയല്ലേ. എന്ന് പറയുന്നതനുസരിച്ച് ഞാൻ നല്ലവനാണ്, 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 ഞാൻ നല്ലവനാണ്. നിന്റെ സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് നിന്റെ ശിർക്കാണ്. ആര് പറഞ്ഞ്? ഒരു നാട്ടിലെ ഖാദിയോട് പറഞ്ഞു. ആര് പറഞ്ഞ്? മഹാനായ അബൂ യസീദ് അൽ ബിസ്താമി. ഇത് ക്ലിയർ ആണ്. وَشَدَّ سَائِسَ مِنْ جُوعٍ وَمِنْ شِبَعٍ فَرُبَّ مَخْمَصَةٍ شَرٌّ مِنَ التُّخَمِ مَوْلَايَ صَلِّ وَسَلِّمْ. كم حسنت لذة للمرء قاتلة من حيث لم يدري أن السم في الدسم مولاي صل وسلم. ورائها وهي في الأعمال سائمة وإن هي استحلت المرعى فلا تسمي مولاي صل وسلم دائما أبدا. സാലിഹായ അമലാണെങ്കിലും മനസ്സുകൊണ്ട് നിയന്ത്രിച്ചോ. എന്തുകൊണ്ട്? മേച്ചിൽ പുറം ഭംഗിയായതുകൊണ്ട് ഒരിക്കലും പശു രക്ഷപ്പെട്ടുകൊള്ളണം എന്നില്ല. മേച്ചിൽ പുറം മനോഹരമാണ് എന്നതുകൊണ്ട് പരിധി വിട്ട് മേക്കണ്ട. ചിലപ്പോൾ പള്ള കെട്ടിവീർത്ത് അന്ന് തന്നെ പശു ചത്തു. പശുവിനും ഒരു പരിധി ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് أسألك الجنة وأعوذ بك من النار. الله 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 عليه توكل. الله 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 عليه توكل. الله 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 عليه توكل وحسبي ربي جل الله. على النبي صلى الله لا إله إلا الله وراعيها. നിന്റെ നഫ്സിനെ നീ നിയന്ത്രിക്കുക. വഹിയ, ഈ നഫ്സ് ഫിൽ അഅമാലി സായിമ, സാലിഹായ അമലുകളിൽ മേയുകയാണെങ്കിലും വലിയ അമൽ അങ്ങനെ ചെയ്യാം. എന്നാലും പേടിച്ചു. കാരണം മനസ്സിലായ വഹിയ ഫിൽ അഅമാലി സായിമത്തുൻ വഇൻ ഹിയ ഇസ്തഹലത്തിൽ മർആ. മേച്ചിൽപ്പുറം എത്ര മധുരമാണെങ്കിലും ഫലാ തുസ്മി, പരിധി വിട്ട് മേയാൻ വിടണ്ട. എന്റെ ചിലപ്പോൾ ചില തീറ്റ പശുവിന് കേടായിരിക്കും. വലിയ തീറ്റ പള്ള നിറച്ച് കൊണ്ടുവന്ന ആ രാത്രി പശു എത്തു. എൻ്റെ തറവാട്ടിൽ അങ്ങനത്തെ സംഭവം എൻ്റെ കണ്ണോടി അങ്ങനെയുണ്ട്. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലാ. നിയന്ത്രിച്ചാളാ, എല്ലാം നിയന്ത്രിച്ചാളാ. എന്തുകൊണ്ട്? നിന്റെ നഫ്സ് നന്നാകാത്തോളം നിനക്ക് ഇബാദത്ത് ആ കിബർ ഉണ്ടാക്കൂ. നഫ്സ് നന്നാക്കണം. മനസ്സിലായോ? ചിന്തിക്ക്. എന്തുകൊണ്ടാണ് ചില കക്ഷികൾ എന്തുകൊണ്ടാണ് മുൻഗാമികളെ ആക്ഷേപിക്കുന്നത്? എന്തുകൊണ്ടാണ്? അവർക്ക് തോന്നാണ്, അവർ പഠിക്കുന്നത് അവരോട് പറയുകയാണ്, നീയാണ് യോഗ്യൻ, നീയാണ് ഉന്നതൻ അല്ലേ?
ഈ സമുദായത്തിന്റെ അവസാന കാലഘട്ടത്തിലെ ചില കക്ഷികൾ ആദ്യകാലക്കാരെ ലഅനത്ത് ചൊല്ലുക മിൻ അലാമാത്തി സാ, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. എന്തേന് കാരണം? അവരെ പഠിപ്പ് അവരെ കൊണ്ടത് പറയിപ്പിച്ചു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുൻഗാമികളായ സ്വാലിഹ്യങ്ങളെ ആക്ഷേപിച്ചു. നെഫ്സിനെ നന്നാക്കി എടുക്കുന്നതിൽ വിജയിക്കണമെന്ന്. സ്വന്തം യോഗ്യതയിൽ ഒരാൾ രക്ഷപ്പെടില്ല, അയോഗ്യതയിൽ രക്ഷപ്പെടും. മാഅനബി ഖാരിയിൽ നിന്നാണ് ഖാരി ഉണ്ടായത്. ഖാരിന്റെ അസ്ല് മാഅനബി ഖാരി ആണ്. അതേ സമയത്ത് ഖാരിയിൽ നിന്ന് ലൈസബി ഖാരി ഉണ്ടാവും. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ലോകത്തെ ഏറ്റവും വലിയ ഖാരി മാഅനബി ഖാരിയിൽ നിന്നുണ്ടായതാണ് അല്ലേ? നിങ്ങളിത് കൂടെ ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ ഖാരി ആരാ? മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും വലിയ ഓത്തുകാരൻ മുഹമ്മദ് മുസ്തഫ. ആദ്യത്തെ വാക്കെന്താ? മാഅനബി ഖാരി. എനിക്ക് ഓതാൻ അറിയില്ല, ഞാൻ പാവാണ്, പഠിച്ചിട്ടില്ല. അതേ സമയത്ത് ജിബ്രീൽ വന്നപ്പോൾ പറഞ്ഞു, എന്ത് അതൊക്കെ എത്ര കാലം മുമ്പ് ഞാൻ പഠിച്ചത്, വേറെ വല്ലോ നീ പറയാം. പറയാമെന്ന സാധനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതുകൊണ്ട് സുലൈമാൻ നബിക്ക് ഇറക്കിയതല്ലേ. വേറെ വല്ല സാധനം ഉണ്ടെങ്കിൽ കൊണ്ടുപോ മൽക്ക്. മനസ്സിലായോ? ഒരു മനുഷ്യനോട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോൾ മലക്കിനോട് തിരിച്ചു പറയാണ് എന്ത്? മാഅനബി ഖാരി, എനിക്ക് ഓടാനൊന്നും അറിയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഅനബി ഖാരി, എനിക്ക് ഓടാൻ അറിയുകയില്ല. പിന്നെയും പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോഴും പറഞ്ഞു മാഅനബി ഖാരി, എനിക്ക് ഓടാൻ അറിയില്ല. പിന്നെയും പറഞ്ഞു, ഓടി കൊടുത്തു. അപ്പോഴും പറഞ്ഞു മാഅനബി ഖാരി, എനിക്ക് ഓടാൻ അറിയില്ല. പിന്നെ അങ്ങോട്ട് ഓടിക്കൊടുത്തു. പിന്നെ ഓടി. ലോകത്തെ ഏറ്റവും വലിയ ചിന്തകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും വലിയ തത്വചിന്തകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും വലിയ ബിഷക്കുരൻ മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രമീമാംസകൻ മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരി മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും വലിയ സമൂഹ സംവിധാനകൻ മുഹമ്മദ് മുസ്തഫ. എല്ലാം മുഹമ്മദ് മുസ്തഫ. എന്ത്? മാഅനബി ഖാരി. അവിടുന്നാണ് കാര്യം ഉണ്ടായത്. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അതുകൊണ്ട് സ്വന്തം അയോഗ്യത കണ്ടെത്തണം. എന്ത് ചെയ്യണം? റബ്ബിനോട് ഞാൻ അയോഗ്യനാന്ന് പറയണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ദിവസം ചെല്ലുന്ന ആളുകൾക്ക് കൈപൊക്കാം. ഇന്ന് അൽഹംദുലില്ലാഹ് എല്ലാ ദിവസവും ചെല്ലണം. ബാക്കിയുള്ളവരും ചെല്ലണം. എല്ലാ ദിവസവും സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചെല്ലണം. ഇത് ഇസ്തിഗ്ഫാറിന്റെ ആഴ്ചയാണ്. ഇത് നടുവിലെ 10 ഹൃദയം ശുദ്ധിയാക്കാൻ ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. പിന്നെ സ്വകാര്യമായി പറഞ്ഞുതരാം. പൊതുവായൊരു വഴി പറഞ്ഞുതരാം. പിന്നെ ഒറ്റയ്ക്ക് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഇനി എന്താ ചെയ്യേണ്ടത്? ആവറേജ് ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ചില കാര്യങ്ങൾ സ്വകാര്യങ്ങൾ ഒറ്റക്കൊറ്റ ഇൻഡിവിജ്വലായി പറയേണ്ടതാണ്. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. മനസ്സിലായാലും ഓരോന്നിനും ഓരോന്നായിരിക്കും. നമുക്ക് കഴുകാനുള്ള സോപ്പും പാത്രത്തിന് കഴുകാനുള്ള സോപ്പും 2 അല്ലേ? എന്തൊരു കൗമാണ്. ആണോ? അല്ലേ? ആണ്. കൈകള് വേറെയാണ്. മനസ്സിലായില്ലേ? വേറെയല്ലേ? ചോറ് നിന്നിട്ട് കൈ കഴുകാൻ എന്നടുത്ത് സോപ്പ് വെച്ചാൽ ബാപ്പ എന്തോയ്ക്കും, ഹാൻഡ് വാഷ് കഴിഞ്ഞോ? കുളിമുറിയിൽ ഹാൻഡ് വാഷ് കൊണ്ടുവച്ചാൽ ചൂടാവും. എന്താ വിളിക്കണ്ടേ? മനസ്സിലായില്ല? ചിന്തിക്കും. പാത്രം കഴുകുന്നിടത്ത് ഹാൻഡ് വാഷ് കൊണ്ടുപോയാൽ മോളോട് ഉമ്മ ചൂടാവും, മരുമോളോട് അമ്മായിമ്മ ചൂടാവും. എന്തേ ഹാൻഡ് വാഷ് കൊണ്ടാ പാത്രം എടുക്കണ്ടേ? ഇതൊക്കെ സാധനം സോപ്പല്ലേ? പറയും കുട്ടികളെ, പറയടൂ. ഓരോന്നിനും ഓരോന്നാണ്. മനസ്സിലായി? ഇങ്ങോട്ട് നോക്ക്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ എന്താ ചെയ്യാ? ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്നറിയോ? ആദ്യം ഒന്ന് ക്ലിയർ ആക്കിയിടുക. അതിനാണ് ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാറിന് അല്ലാഹു തആല ഒരു 10 തന്നിട്ടുണ്ട് ശുദ്ധീകരണത്തിന്. അതാണ് അവ്വലുഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനൻ നാർ. ഇത് മഗ്ഫിറത്തിന്റെ 10 അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك
وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഒഴിവിട്ടുമ്പോഴൊക്കെ ചെല്ലുക. ഇത് ഏതാണ്? 10 മഗ്ഫിറത്തിന്റെ 10 ഈ ചെല്ലുന്നതോ സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. പരമാവധി അവന് ചെല്ലന്നെ 100 വട്ടം ചെല്ലെങ്കിൽ 100 വട്ടം ചെല്ലുക, ഒരു 41 വട്ടം ചെല്ലെങ്കിൽ അങ്ങനെ ചെല്ലുക, ദിവസം ചെല്ലന്നെ. ഓരോ ഭക്തനും ഒരു 30 വട്ടം ചെല്ലുക, ഒരു വട്ടം. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فإنه فاغفر لي فإنه لا يغفر الذنوب إلا أنت. കിട്ടിയിട്ടില്ലെങ്കിൽ ഉസ്താദ്മാർ എഴുതി വാങ്ങുക. നാട്ടിലെ ഉസ്താദ്മാരോട് പറഞ്ഞാൽ എഴുതിത്തരും. ഹിന്ദുസ്ഥാൻ കണ്ടാൽ എഴുതിത്തരും. സയ്യിദുൽ ഇസ്തിഗ്ഫാർ 7 7 അല്ലേ? ഏകദേശം 7 ഉണ്ട്. പഠിക്കുക, ഇന്നെ പഠിക്കുക. കാരണം എത്രയായി? നടുവിലെ 10 എത്രയായി? 3 കുട്ടികളെ. ഇനി ഇതിൽ 7 ദിവസമല്ലേ ഉള്ളൂ. മനസ്സിലായി? അല്ലാഹു തആല മഗ്ഫിറത്തിന് വേണ്ടി മാത്രം ഒരു 10 ദിവസം, ഒരു കൊല്ലത്തിൽ മഗ്ഫിറത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്ന 10 ദിവസമാണ് നോമ്പ്. 11 മുതൽ 20 അടക്കം. പിന്നെ വീണ്ടും തഗയ്യുറോ. ഇത് ലെവലായാലേ അത് ലെവലാവുള്ളൂ. മഗ്ഫിറത്ത് ഉണ്ടായാലേ എത്തിക്കുണ്ടാവുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായോ? പറഞ്ഞില്ല എല്ലാം അതുപോലത്തെ ഒരു സംഗതിയില്ല. ഇസ്തിഗ്ഫാർ പോലെ ഒരു അമലി ഇല്ല. പൊറുക്കലിനെ തേടൽ പോലെ ഒരു അമലില്ല. ശുദ്ധീകരണം പോലെ ഒരു പ്രവർത്തനം ഇല്ല. അതുകൊണ്ട് ശുദ്ധീകരിക്കണം. അല്ലാഹു ഗഫൂറാണ്. എൻ്റെ ഗഫൂർ എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലാഹു ഗാഫിർ അല്ലേ, പൊറുക്കുന്നവൻ. ഗഫാർ അല്ലേ, അതെ ഗഫൂർ അല്ലേ. ഇത് വ്യത്യാസം അറിയാം. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയല്ലേ ഞാൻ അവിടെ മേലെ കയറിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. പിന്നെ പേക്കരുത്. അല്ലാഹു ഗാഫിറാണ്. ഗാഫിർ പൊറുക്കുന്നവൻ. ഗഫാർ ഏറ്റവും പൊറുക്കുന്നവൻ. ഗഫൂർ ഏറ്റവും പൊറുക്കുന്നവൻ. എന്താ വ്യത്യാസം? ഗഫൂർ എന്താ? ഗഫൂർ ഏറ്റവും പൊറുക്കുന്നവൻ. എന്താ അർത്ഥം? എന്താ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഗഫൂറാണ്. എന്താ ഗഫൂർ? ഗഫൂർ എന്താ? ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും പൊറുക്കുന്നവൻ. ഞാൻ പറഞ്ഞുതരാം. എന്നല്ലേ ഞാനിവിടെ ഇരിക്കുന്നത്. എന്താ ഗഫൂറാവുക എന്ന് പറഞ്ഞാൽ മാപ്പ് തരണേ പഠിച്ചോനെ എന്ന് പറഞ്ഞു. ഇപ്പം അല്ലാഹു മാപ്പ് കൊടുത്തു. ഞാൻ ചെയ്യൂല റസൂനെ, മാപ്പ് തരണം. മാപ്പ് കൊടുത്തു. പിന്നെയും ചെയ്തു. മാപ്പ് തരണം പഠിച്ചോനെ, എന്നെ ചെയ്യൂല. പിന്നെയും മാപ്പ് കൊടുത്തു. പിന്നെയും ചെയ്തു. അപ്പോഴും മാപ്പ് കൊടുത്തു. പിന്നെയും ചെയ്തു. അപ്പോഴും മാപ്പ് കൊടുത്തു. പിന്നെയും ചെയ്തു. അപ്പോഴും മാപ്പ് കൊടുത്തു. 1000ാമത്തെ വട്ടം ചെയ്യുന്നത് അപ്പോഴും മാപ്പ് കൊടുത്തു. 10,000ാമത്തെ വട്ടം ചെയ്യുന്നത് അപ്പോഴും മാപ്പ് കൊടുത്തു. 1,00,000 വട്ടം അതേ തെറ്റിനെ ചെയ്തു. അപ്പോഴും മാപ്പ് കൊടുത്തു. എത്രയും മാപ്പ് കൊടുക്കും. അത്ര വാത്സല്യനിധിയായ റബ്ബ്. അവനത്രയും വാത്സല്യനിധിയായ റബ്ബാണ്. അത് ഗഫൂർ. ഗഫൂർ എന്ന വാക്കൊക്കെ പഠിച്ച കരഞ്ഞു. കരയല്ലാണ്ട് വാക്ക് പറയും. കരവാക്കണം. ഗഫൂർ എന്ന വാക്ക് ആലോചിച്ച് കരയണം. അതാണല്ലോ. പക്ഷേ ഓരോ തവണയും മാപ്പ് ചോദിക്കുമ്പോൾ ഇനിയും ചെയ്യാമല്ലോ എന്ന് ആലോചിക്കരുത്. പക്ഷെ എന്നാലും മനുഷ്യ ചെയ്തു. എന്തുകൊണ്ട്? മനുഷ്യനല്ലേ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഓരോ തവണയും ഉറപ്പിച്ചു ഇനി ചെയ്യൂല. പക്ഷെ പിന്നെയും ചെയ്തു. ഇപ്പോഴും മാപ്പ് കൊടുത്തു. റബ്ബേ നീ ചെയ്യൂല. അത് ഉറപ്പിച്ചു നീ ചെയ്യൂല. പക്ഷെ പിന്നെയും ചെയ്തു. അപ്പോഴും മാപ്പ് കൊടുത്തു. പറഞ്ഞ മനസ്സിലായി. ഗഫൂറാണ്. അവനാരാണ്? അവൻ ഗഫൂറാണ്. അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അല്ലാതെ ഗഫൂർ പറഞ്ഞാൽ ചെറിയ ചെറിയ സാധനമൊക്കെ പൊറുക്കുക. ഗഫൂർ പറഞ്ഞാൽ വലിയ വലിയ സാധനം പൊറുക്കുക. അങ്ങനെയല്ല. മനസ്സിലായില്ലേ? എത്ര വട്ടായാലും പൊറുക്കും. പിന്നെയും പൊറുക്കും. പിന്നെ പറഞ്ഞു പിന്നെയും പൊറുക്കും. പിന്നെയും പറഞ്ഞു പിന്നെയും പൊറുക്കും. മനുഷ്യനല്ലയോ? മറവി എന്ന വാക്കിൽ നിന്നാണ് മനുഷ്യൻ എന്ന വാക്കുണ്ടായത്. എന്താ പറഞ്ഞേ? മറവി എന്ന വാക്കിൽ നിന്നാണ് മനുഷ്യൻ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായി മനുഷ്യൻ മറക്കും.
പിന്നെ തെറ്റിയും പിന്നെയും പൊറുക്കലും തേടും, അപ്പോൾ പൊറുക്കും. പിന്നെ ചെയ്യൂലെന്നറിയും, പിന്നെ ചെയ്യും, അപ്പോൾ പുറത്തു കൊടുക്കും. അങ്ങനത്തെ അള്ളാഹിനെ പറ്റി ആലോചിച്ചാൽ കരയണ്ടേ? എന്താണ് അവന്? വാത്സല്യാണ്. അവന് നമ്മൾ ഭയങ്കര വാത്സല്യാണ്. അള്ളാഹ്ക്ക് നമ്മളോട് വാത്സല്യാണ്. അള്ളാഹ്ക്ക് അത്രയും വലിയ വാത്സല്യാണ്. അള്ളാഹിന്റെ സൃഷ്ടിയല്ലേ, അള്ളാഹ്ക്ക് ഭയങ്കര വാത്സല്യാണ്. ഒരു ആബിദായ മനുഷ്യൻ ഒരു ഫാസിഖായ മനുഷ്യനോട് പറഞ്ഞാൽ ഇന്നക ലാ തദ്ഖുലുൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ കിടക്കൂല എന്ന് പറഞ്ഞാൽ ഈ ആബിദായ മനുഷ്യൻ അള്ളാഹ്ക്ക് ദേഷ്യപ്പെടും. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എൻ്റെ ആബിദിനെ പുറത്തു കൊടുക്കില്ലെന്ന് അറിയാൻ? അപ്പൊ അവന് പൊറുക്കാനുള്ള താല്പര്യം എത്രയാണ്? നിനക്ക് മനസ്സിലായില്ല. പറഞ്ഞ മനസ്സിലായോ? നിങ്ങളൊന്നോ ഈ ആഴ്ച കരിയല്ലാത്ത സമയം ഉണ്ടാകരുത്, കരിഞ്ഞോണം. എന്തുകൊണ്ട്? അവനെ മൗഫറത്ത് ആലോചിച്ചു. മനസ്സിലായില്ലേ? ചില തെറ്റുകൾക്ക് കഴിഞ്ഞാലും പൊറുക്കലിനെ തേടി പുറത്തുനിന്നു പിന്നെ ചെയ്തിട്ടുണ്ടാവാം, ഇക്കൊല്ലം പുറത്തു വരും. അവനാരാ? അവൻ ഓഫറാണ്. ഇത് നമ്മൾ വഞ്ചിതരാകരുത്. ഓരോ തവണ ചെയ്യുമ്പോൾ ഇനി ഞാൻ ചെയ്യൂല എന്ന് ഉറപ്പുണ്ടാകും. പക്ഷെ അവിചാരിതമായി അവനത് ചെയ്തു പോയി. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ളത് അടുത്ത റമദാൻ 25 ചെയ്യുക, അങ്ങനെ ആയിരുന്നു. പക്ഷെ ചെയ്തു പോയി. മനസ്സിലായില്ലേ? അവൻ ഗഫൂറാണ്, അവൻ ഗഫൂറാണ്, അവൻ ഏറെ ഗഫൂറാണ്, അവൻ പൊറുക്കുന്നവനാണ്, അവൻ ഗഫൂറാണ്, അവൻ പൊറുക്കുന്നവനാണ്, അവൻ ഏറെ പൊറുക്കുന്നവനാണ്, അവൻ ഗഫൂറാണ്. റബ്ബുക്കൽ ഗഫൂറു ദുർറഹ്മാ, റബ്ബുക്കൽ ഗഫൂറു ദുർറഹ്മാ, റബ്ബുക്കൽ ഗഫൂറു ദുർറഹ്മാ. 58ാമത്തെ ആയത്താണ്. റബ്ബുക്കൽ ഗഫൂറു ദുർറഹ്മാ. ഏതാ സൂറത്ത്? 58ാം ആയത്ത്. റബ്ബുക്കൽ ഗഫൂറും, നിന്റെ റബ്ബ് ഏറെ ഗഫൂറാണ്. എന്തുകൊണ്ട്? ദുർറഹ്മാ, അവൻ കരുണയുള്ളവനാണല്ലോ. അവൻ പിന്നെ പൊറുക്കും. എന്തുകൊണ്ട്? അവൻ എന്തുള്ളവനാണ്? കരുണയാണ്. മനസ്സിലായില്ലേ? എന്തിനാണ് കുട്ടികളെ വിഷമിക്കണത്? ഞാൻ തെറ്റ് ചെയ്തു, അള്ളാഹിനോട് പൊറുക്കലിനെ തേടി, പിന്നെ തെറ്റ് ചെയ്തു ഉസ്താദേ എന്ന് എന്നോട് കഴിഞ്ഞ കൊല്ലം വന്ന് പറഞ്ഞ ഒരാൾ, കരഞ്ഞു പറഞ്ഞ ഒരാൾ ഈ സദസ്സിലുണ്ട്, ഈ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട്. ഇരിക്കുന്നു ദൂരേന്ന് വരികയാണ് ആ കുട്ടി. ചിന്തിക്ക്. അന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, പേടിക്കണ്ടടാ, അള്ളാഹ് പിന്നെ പുറത്തു തരും, പേടിക്കണ്ട. അത് വളരെ ദൂരം നിന്നാണ് വരുന്നത്. കഴിഞ്ഞ വർഷം വന്നിട്ട് എന്നോട് കരഞ്ഞു. ഒരു ബാല്യക്കാരനാണ്, ഒരു ബാല്യക്കാരൻ ഈ സദസ്സിലുണ്ട്. ഒരാളെ അറിയുന്നുണ്ട്, പക്ഷെ ചിന്തിക്കണം, ഒരാളുണ്ട് ഈ കൂട്ടത്തിൽ. കഴിഞ്ഞ കൊല്ലം വന്നിട്ട് എന്നോട് പൊട്ടി കരഞ്ഞു. ഞാൻ തെറ്റ് ചെയ്തു ഉസ്താദേ, പണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ട് നന്നായി, പിന്നെയും തെറ്റ് ചെയ്തു. എന്തിനാണ് പേടിക്കുന്നത്? അള്ളാഹു ആരാണ്? ഗഫൂറാണ്. റബ്ബുക്കൽ ഗഫൂറു ദുർറഹ്മ. നിന്റെ ബാപ്പ തന്നെ ആട്ടിവിടും, ഉമ്മ ആട്ടിവിടും, ആരും ആട്ടിവിടും. ആരാട്ടിവിടൂല? ആട്ടിവിടൂല. എന്തുകൊണ്ട്? റബ്ബുക്കൽ ഗഫൂർ, നിന്റെ രക്ഷിതാവ് ഗഫൂറാണ്, ദുർറഹ്മ, കരുണയുള്ളവനായ, കരുണയാണ്, ഭയങ്കര കരുണയാണ്. സുബ്ഹാനല്ലാഹ്. ഒരിക്കൽ സയ്യിദ്നാ അലി റളിയല്ലാഹു അൻഹുവിനെ പുറത്ത് കയറാൻ വേണ്ടി ഒരൊട്ടകത്തെ കൊണ്ടുവന്നു. സയ്യിദ്നാ അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹു കയറാൻ വേണ്ടി ഒരൊട്ടകത്തെ കൊണ്ടുവന്നു. അപ്പോൾ അവർ ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറി. അവരൊട്ടകത്തിന്റെ കാൽച്ചവിട്ടിയിൽ കാലി വെച്ചപ്പോൾ ഖാല ബിസ്മില്ലാഹി തലാസ, പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 3 വട്ടം പറഞ്ഞു. പുറത്തിരിപ്പ് ശരിയായപ്പോൾ ഖാല അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽഹംദുലില്ലാഹ് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ثم قال الحمد لله ثلاثة والله أكبر ثلاثة. പിന്നെ سبحانك إني قد ظلمت نفسي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ثم ضحك. ഇവിടെയാണ് കണക്ക്. മനസ്സിലായില്ല? ഒരൊട്ടകത്തെ കൊണ്ടുവന്നു. ആർക്ക് കയറാൻ? സയ്യിദ്നാ അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹു ഏറ്റി കൊടുക്കുകയും അവരെ കൊണ്ട് അല്ലാഹു നാളെ നമ്മളെ രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ. സയ്യിദ്നാ സിദ്ദീഖ്, സയ്യിദ്നാ ഫറൂഖ്, സയ്യിദ്നാ ഉസ്മാൻ, സയ്യിദ്നാ അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയും. അല്ലാഹ്, അവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു റബ്ബേ, അത് കാരണം നീ ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണമേ തമ്പുരാൻ, അവരെ കൂട്ടത്തിലാക്കി തരണമേ റബ്ബേ.
സയ്യിദുനാ അലിയുൽ മുർത്തള റളിയല്ലാഹു അൻഹു കയറാൻ ഒരു ഒട്ടകത്തെ കൊണ്ടുവന്നു. ഖലീഫയാണ്, അവർ അമീറുൽ മുഅ്മിനീനാണ്. അങ്ങനെ ഒട്ടപ്പുറത്ത് കയറിയപ്പോഴോ ബിസ്മില്ലാ എന്ന് പറഞ്ഞ് കയറി പുറത്ത് എത്തിയപ്പോൾ അൽഹംദുലില്ലാഹിൽ ആദ്യം അൽഹംദുലില്ലാ എന്ന് ഒട്ടകത്തെ കണ്ടപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. പിന്നെ പുറത്തേക്ക് കയറി ബിസ്മില്ലാ എന്ന് 3 വട്ടം പറഞ്ഞു. പിന്നെയോ പുറത്തിരുന്ന് കഴിഞ്ഞപ്പോൾ അൽഹംദുലില്ലാ സുബ്ഹാനല്ലദീ സഖറലക പറഞ്ഞ ദിക്റൊക്കെ ചൊല്ലി. പിന്നെ അൽഹംദുലില്ലാ 3 വട്ടം പറഞ്ഞു. അല്ലാഹു അക്ബർ. പിന്നെ സുബ്ഹാനക ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സുബ്ഹാനക ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന വാക്കും പറഞ്ഞു. പിന്നെ ചിരിച്ചു. സയ്യിദ്ന അലി റളിയല്ലാഹു അൻഹു ചിരിച്ചു. ഖുൽതു, അപ്പോൾ റാവി പറയാണ്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാന്നറിയോ? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഒരു സ്വഹാബിയാണ്. ആ സ്വഹാബി പറയുന്നു, ഇങ്ങനെ ചിരിച്ചു. ചിരിച്ചപ്പോൾ കൂടെയുള്ള ആള് ചോദിച്ചു, അമീറുൽ മുഅ്മിനീനെ, നിങ്ങൾ എന്തിനാണ് ചിരിച്ചത് എന്ന്. അപ്പോൾ അവർ പറഞ്ഞു റഅയ്തു റസൂലല്ലാഹ്, ഹബീബായ നബിയെ ഞാൻ കണ്ടു, സനഅ നബി ചെയ്തതായിട്ട്, കമാ സനഅതു ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ. മനസ്സിലായില്ല? ഹബീബായ റസൂലുള്ളാഹിക്ക് ഒരു ഒട്ടകം ഞങ്ങൾ എത്തിച്ചു കൊടുത്തു. അപ്പോൾ റസൂലുള്ളാഹ് ഒട്ടകത്തെ കണ്ട അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു, ബിസ്മില്ലാ പറഞ്ഞു, പുറത്ത് കയറി. പിന്നെ അൽഹംദുലില്ലാ സുബ്ഹാനല്ലദീ സഖറലനാ ഒക്കെ ചൊല്ലിക്കഴിഞ്ഞു. പിന്നെ റസൂലുള്ളാഹ് എന്ത് ചെയ്തു? അൽഹംദുലില്ലാ 3 വട്ടം പറഞ്ഞു, അല്ലാഹു അക്ബർ 3 വട്ടം പറഞ്ഞു. പിന്നെ സുബ്ഹാനക ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന് നബിയാണ് ചിരിച്ചു പറഞ്ഞു. അപ്പോൾ ഖുൽതു ലഹു, നിങ്ങൾ എന്നോട് ചോദിച്ചമാതിരി ഞാൻ ചോദിച്ചു, ലിമ ലഹിഖ്ത യാ റസൂലല്ലാഹ്, നബി നിങ്ങൾ എന്തിനാ ചിരിച്ചു? ചോദ്യം മനസ്സിലായില്ലേ? അലി റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒട്ടകത്തെ കൊണ്ടുവന്നു, ഇതേപോലെയൊക്കെ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ചിരിച്ചു. അപ്പോൾ കൂടെയുള്ള ആൾ ചോദിച്ചു, സഹാബി ചോദിച്ചു, എന്തിനാ ഖലീഫ നിങ്ങൾ ചിരിച്ച്? അപ്പോൾ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തായപ്പോൾ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടായി. റസൂലുള്ളാഹ് ഇങ്ങനെയൊക്കെ ചെയ്തു, ഒട്ടകപ്പുറത്ത് ഇരുന്നോട്. പിന്നെ നബി എന്തായി? ആണ് ചിരിച്ചു. അപ്പോൾ ഞാൻ ഇയ്യിപ്പ് എന്നോട് ചോദിച്ച പോലെ ചോദ്യം ഞാൻ ആരോട് ചോദിച്ചു? നബിയോട് ചോദിച്ചു, നബിയെ നിങ്ങൾ എന്തിനാ ചിരിച്ചു? അപ്പോൾ ഹബീബായ നബി എന്നോട് പറഞ്ഞു, ഇന്ന റബ്ബക ലഅജബു മിൻ അബ്ദിഹി ഇദാ ഖാല റബ്ബി ഖുഫിർ ലി ദുനൂബി ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഗൈറുക എന്ന്. ഒരു അടിമ പടച്ചോനെ ഈ അല്ലാതെ എനിക്ക് പുറത്തു തരാനില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു അത്ഭുതത്തോടെ, വളരെ അത്ഭുതത്തോടെ അബ്ദിനെ നോക്കുന്നത് ആലോചിച്ച് ഞാൻ ചിരിച്ചുവതാണ്. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന് അല്ലാഹുവിനോട് ഒരു അബ്ദ് പറയുമ്പോൾ അള്ളാഹ്ക്ക് ആ അബ്ദിന്റെ കാര്യത്തിൽ ആശ്ചര്യം തോന്നും. ആ ആശ്ചര്യം ആലോചിച്ച് ഞാൻ ചിരിച്ചുവതാണ്. കാരണം അത്രയും സന്തോഷം. അള്ളാഹിന്റെ ആശ്ചര്യം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ തൃപ്തി, അള്ളാഹിന്റെ മഗ്ഫിറത്താണ്. അള്ളാഹു തരട്ടെ, മനസ്സറിഞ്ഞ് തരട്ടെ, അള്ളാഹു തരട്ടെ. ഇപ്പൊ നിങ്ങളോട് എന്തിനാ അത് പറഞ്ഞത് മനസ്സിലായോ എന്ന് സയ്യിദ് പറയണം. അള്ളാഹു തൗഫീഖ് തരട്ടെ, മനസ്സറിയാം, അള്ളാഹു തൗഫീഖ് തരട്ടെ. മറക്കരുത്, ഞാൻ മറക്കരുത്. റഹ്മത്തുള്ളാഹി നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചെന്ന് അള്ളാഹിന്റെ കോടതിയിൽ മറക്കരുത്. അള്ളാഹു നമ്മളൊക്കെ ആക്കി തരട്ടെ. കോടതിയുടെ ദിവസം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹു എല്ലാവരും പരിവേലത്തിൽ നിൽക്കുന്ന ദിവസം അള്ളാഹുവിന്റെ അർശിനെ തണലിരിക്കാൻ അള്ളാഹു ഈ ഉപദേശം കാരണം, ഈ വെള്ളിയാഴ്ചയുടെ കാരണവും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ലേ? ഞാൻ ഈ ചെയ്തതുപോലെയൊക്കെ നബി ചെയ്തു. എന്നോട് ഹബീബ് ചിരിച്ചു. ചോദിച്ചു, നബി നിങ്ങൾ എന്തിനു ചിരിച്ചു? അപ്പോൾ പറഞ്ഞു, ഇങ്ങനത്തെ വാക്ക് ഒരു അടിമ അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹ് ആ അടിമയുടെ കാര്യത്തിൽ വല്ലാത്തൊരു ആശ്ചര്യം തോന്നും. എന്റെ അടിമ എന്നോട് പറഞ്ഞല്ലോ, നീ എല്ലാവരും എനിക്ക് പുറത്തുതരാനില്ല എന്ന് പറയുമ്പോ ആ അടിമയുടെ കാര്യത്തിൽ അള്ളാഹ് വല്ലാത്തൊരു സന്തോഷം തോന്നും. ആ സന്തോഷം ഓർത്ത് ഞാൻ ചിരിച്ചു പോയതാണ്. ഇപ്പൊ ഞാനും ആ വാക്ക് പറഞ്ഞു, അപ്പൊ അള്ളാഹു എനിക്ക് എന്റെ കാര്യത്തിൽ അള്ളാഹ് ആശ്ചര്യപ്പെട്ടല്ലോ എന്ന് ആലോചിച്ച് ഞാനും ചിരിച്ചു പോയതാണ്. മനസ്സിലായില്ല? അപ്പൊ ഞാനിത് ചെയ്തു. എന്നിട്ട് അള്ളാഹിനോട് ഞാൻ എന്ത് ചെയ്ത്? ഒരിക്കലിനെ തേടി. ഈ വാക്ക് പറഞ്ഞാൽ ആ അടിമയുടെ കാര്യത്തിൽ അള്ളാഹ് ആശ്ചര്യം തോന്നിയപ്പോ നബി ചിരിച്ചു പോയതുപോലെ ഞാനും എന്റെ കാര്യത്തിൽ ഞാൻ ഈ വാക്ക് പറഞ്ഞപ്പോൾ അള്ളാഹ് എന്റെ കാര്യത്തിൽ ഒരു ആശ്ചര്യം വന്നിട്ടുണ്ടാവുമല്ലോ എന്നോർത്ത് ഞാനും ചിരിച്ചു പോയതാണ് എന്ന് സയ്യിദുനാ അലിയുൽ മുർത്തള. മനസ്സിലായോ? ചിന്തിക്കണം. ഇതിനു വേണ്ടി അള്ളാഹു തആല തന്ന 10 ചെയ്തൂടെ? മനസ്സിലായോ പറഞ്ഞത്? ചിന്തിക്കണം. ഒന്നും കൂടി. അല്ലാഹുമ്മ അൻത റബ്ബി
ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അല്ലാഹുമ്മ ഉറക്കെ അല്ലാഹുമ്മ മനസ്സറിഞ്ഞ് അതിനർത്ഥം അല്ലാഹുവേ അൻത റബ്ബി, നീയാണ് എൻ്റെ രക്ഷിതാവ്, അന അബ്ദുക, ഞാൻ നിന്റെ ദാസനുമാണ്, അന ഞാൻ അലാ അഹദിക വഅദിക, നിന്റെ കരാറിൻ്റെയും വാഗ്ദത്തിൻ്റെയും മേലാണ്, മസ്തതഅതു, എൻ്റെ കഴിവനുസരിച്ച്, മനസ്തു ബിറബ്ബിക്കും ഖാലു ബല, നീയാണ് എൻ്റെ രക്ഷിതാവ് എന്ന ഒരു കരാർ നമ്മൾ തമ്മിലുണ്ട്, ഒരു അഹദുണ്ട്. അള്ളാഹുവിൻ്റെ മനസ്സിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കരാറുണ്ട്. അങ്ങനെ നീ ആയാൽ നിനക്ക് സ്വർഗം തരാന്ന് റബ്ബിൻ്റെ കരാറുണ്ട്, നിന്റെ പൊരുത്തം തരാന്നുണ്ട്. അത് കിട്ടാനുള്ള പരമാവധിയുള്ള അധ്വാനത്തിലാണ് എൻ്റെ കഴിവനുസരിച്ച്. ഞാൻ തന്നെ ചെയ്തു കൂട്ടിയതിനാൽ എനിക്ക് വന്ന അബദ്ധങ്ങളിൽ ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ഞാൻ ചെയ്തതാ, ആരും ചെയ്തല്ല. ആരാ ചെയ്തത്? ഞാൻ തന്നെ. നീ എനിക്ക് ചെയ്ത നിഅമത്തുകളിൽ ഞാൻ നിന്നിൽ അഭയം തേടുന്നു. ഞാൻ നിന്നിലേക്ക് തിരിച്ചു വരുന്നു. എന്താ തിരിച്ചു വരുന്നത്? ആ നിഅമത്ത് തിരിച്ചു കൊടുക്കല്ല. എന്ത്? ഈ നിഅമത്തിന്റെ മുതലാളി നീയാണെന്ന് എനിക്കുറപ്പാണ്. എന്നാൽ ഈ നിഅമത്ത് എൻ്റെ മുതലാന്ന് വിചാരിച്ച് പലപ്പോഴും ഞാൻ കുതിര കളിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തിരിച്ചു വരാം. ഈ നിഅമത്തിന്റെ അല്ല, എന്റേതാണ്. മനസ്സിലായോ? ഇന്നലെ വരെ ഞാൻ ദൂർത്തടിച്ചു, ഇന്ന് എനിക്ക് ബോധം വന്നു എൻ്റെ മുതലല്ല, ദൂർത്തടിക്കാൻ പാടില്ല, നിന്റെ മുതലാണ്. അബൂ ഉലക ബിനിഅമതിക അല്ലേ. ഇന്നലെ വരെ എൻ്റെ ആരോഗ്യം എന്താണെന്നാ ഞാൻ വിചാരിച്ച്, ഇപ്പൊ എനിക്ക് ബോധം വന്നു എൻ്റെ ആരോഗ്യം എൻ്റേതല്ല, നിന്റെ മുതലാണ്. എന്റെ പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും ഞാൻ ചെയ്തു കൂട്ടിയ ദോഷങ്ങളിലും ഞാൻ നിന്നിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്. ഞാൻ കുറ്റവാളിയാ. അതുകൊണ്ട് നീ എനിക്ക് തീർച്ചയായും കാര്യം എന്തുകൊണ്ടെന്നാൽ തീർച്ചയായും കാര്യം ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, ദോഷങ്ങളെ പുറത്തു തരാൻ നിനക്കല്ലാത്ത ഒരാൾക്കും കഴിയൂല. ഒന്നുകൂടെ അല്ലാഹുമ്മ, ഉറക്കെ എൻ്റെ കൂടെ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക വഅന അലാ അഹദിക വവഅദിക മസ്തതഅതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. حسبي ربي جل الله قلبي غير الله على النبي صلى الله حق لا إله إلا الله حسبي ربي جل الله. لا إله إلا الله حسبي ربي جل الله. എല്ലാം ആർക്കും കഴിയില്ല, എല്ലാം മടങ്ങും. അള്ളാഹുവിലേക്ക് മടങ്ങാത്ത ഒന്നും ഉണ്ടാവില്ല. ഒരു വലിയ രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് മരണപ്പെട്ടപ്പോൾ ഒരു വസിയത്ത് എഴുതി വെച്ചു. എന്താ വസിയത്ത്? എൻ്റെ മയ്യത്ത് എൻ്റെ ഡോക്ടർമാരല്ലാതെ ഒരാളും ഏറ്റരുത്. പിന്നീട് ആ രാജാവിൻ്റെ താരീഖ് വായിക്കാം. ഇപ്പം ഇല്ല, താരീഖ് പറയുമ്പോൾ അവിടെ ഞാൻ പറയും. ചെന്നതിൽ ഇബ്രത്തുണ്ട്, അതുകൊണ്ട് പറയാം. മനസ്സിലായില്ല? ഒരു രാജാവ് മരിക്കാൻ നേരത്ത് വസിയത്ത് ചെയ്തു. എന്താ വസിയത്ത്? എൻ്റെ മയ്യത്ത് കട്ടില് എൻ്റെ ഡോക്ടർമാരല്ലാതെ, രാജാവിന് ഒരുപാട് ഡോക്ടർമാരുണ്ടായിരുന്നു. ആ രാജ്യത്തെ ഏറ്റവും വലിയ ഡോക്ടർമാരാണ് ആകുമല്ലോ. ആര് ഡോക്ടർമാര്? രാജാവിൻ്റെ ഡോക്ടർമാര്. മരിക്കുമ്പോൾ വലിയ താരീഖുള്ള രാജാവാ, തമാശല്ല, കളിയല്ല, ഇല്ല രാജാവാ. ഞാൻ പിന്നീട് പറഞ്ഞുതരും. വസിയത്തടക്കം ഞാൻ പിന്നെ കാണിക്കും. ഇന്നല്ല, ഉസ്മാനിയ ഖിലാഫത്ത് പറയുന്നു, തീരുമാനം ആ വിഷയം പറയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരുന്നു. മനസ്സിലായില്ലേ? ഒരു രാജാവ് മരിക്കാൻ നേരത്തെ വസിയത്ത് ചെയ്തു, എൻ്റെ നഫ്സിനെ, എൻ്റെ മയ്യത്ത് കട്ടിലിനെ എൻ്റെ ഡോക്ടർമാരല്ലാതെ ആരും ചുമക്കരുത്. അപ്പോൾ സൈന്യാധിപൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ശരിയാണ്, ആയിക്കോട്ടെ ആയിക്കോട്ടെ, സമ്മതിച്ചു. പക്ഷേ ഇതെന്തിനാ വസിയത്ത് വെച്ചു? ഇതെന്തിനാ ഈ വസിയത്തിന് വെച്ചു?
അപ്പോൾ പറഞ്ഞു അള്ളാഹുവിന്റെ ഖുദ്റത്ത് വെളിവാക്കാനാണ്, അള്ളാഹു അല്ലാത്ത ഒരാൾക്കും കഴിവില്ല എന്ന് മനസ്സിലാക്കാനാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഡോക്ടർമാരാണല്ലോ എൻ്റെ ഡോക്ടർമാര്. അവരെന്നെ ഏറ്റുക, അവർക്ക് വിശ്രാമം കൊണ്ടുപോവുക, അവർക്ക് എൻ്റെ തടി കൊടുത്തതാണ്, തടി നന്നാക്കി തരാൻ അവർക്ക് കഴിയൂല, അപ്പോൾ എന്നെ വിളിച്ചിടും. ഈ ലോകത്ത് എന്റെ മയ്യത്ത് കെട്ടിലൊരു സന്ദേശമാകണം, ഒരു പാഠമാകണം. എൻ്റെ കഴിയൂല, ആർക്കും കഴിയൂല, അല്ലാഹു അല്ലാതെ ഒരാൾക്കും കഴിയൂല. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഡോക്ടർമാർ എൻ്റെ ഡോക്ടർമാർ. എന്ത് ചെയ്യും? അവരൊക്കെ നോക്കിയാൽ ഞാൻ മരിക്കും. അവർ വലിയ ശമ്പളം പറ്റുന്നവരാ, രാജശമ്പളം, അവർക്ക് ഭയങ്കര ശമ്പളം, രാജാവിൻ്റെ തടി നോക്കണവരല്ലേ. അന്ന് ഈ ഭൂമിയിലെ പകുതിയിലേറെ രാജ്യങ്ങളും ഈ രാജാവിൻ്റെ കയ്യിലാണ്. എന്താ പറഞ്ഞേ? അന്ന് ഈ രാജാവിൻ്റെ കയ്യിലാണ് റഷ്യ, അന്ന് ഈ രാജാവിൻ്റെ കയ്യിലാണ് പോളണ്ട്, അന്ന് ഈ രാജാവിൻ്റെ കയ്യിൽ ബെൽജിയം, അന്ന് ഈ രാജാവിൻ്റെ കയ്യിലാണ് സെർബിയ, അന്ന് രാജാവിൻ്റെ കയ്യിലാണ് ജോർജിയ, അന്ന് ഈ രാജാവിൻ്റെ കയ്യിലാണ് റൊമേനിയ, അന്ന് ഈ രാജാവിൻ്റെ കയ്യിലാണ്. ഇങ്ങനെ തുടങ്ങി അവർ ഗ്രീസ്, അങ്ങനെ യൂറോപ്പിന്റെ ഏകദേശ ഭാഗങ്ങളും ഏഷ്യയുടെ 3/4 ഭാഗങ്ങളും ആഫ്രിക്കയിലെ 90% ഭാഗങ്ങളും ഈ ഭൂമിയിലെ പകുതിയിലേറെ രാജ്യങ്ങളും ഈ രാജാവിൻ്റെ കയ്യിലാണ്. അങ്ങനത്തെ രാജാവിൻ്റെ ഡോക്ടർമാരെ പറ്റി. പക്ഷെ എന്ത് വേണം? ഡോക്ടർമാരെന്നെ ഏറ്റവും. കാരണം ഇത് ശരിയാക്കാൻ ഓൽക്ക് കൊടുത്തേൽപ്പിച്ച് ഇല്ല കഴിഞ്ഞില്ല. ഓലെന്നെ കെട്ടിക്കൊണ്ടേറ്റ് വിളിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇതിന്റെ അർത്ഥം ഒരാൾക്ക് കഴിയൂല, വെറുതെ പറയാ കഴിയും. മനസ്സിലായവർ അതൊക്കെ വെറുതെ പറയാ. ഡോക്ടർമാരായി കഴിഞ്ഞാൽ നല്ലൊരു തൊപ്പി കിട്ടും. ഡോക്ടർ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ തലയിൽ തൊപ്പി കിട്ടും. പാസ്സാകുന്ന ദിവസം ഒരു തൊപ്പിയൊക്കെ തലയിൽ വെച്ചിട്ടാണ് ഇവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ആ തൊപ്പി നല്ലതാണ്. ഇത് ഏറ്റേണ്ടി വന്നാൽ ഏറ്റുള്ള തിരികെയാണ് കിട്ടി. ഇവിടെ ഒരാൾക്കും കഴിവില്ല, ആർക്ക് മാത്രമല്ലോ. അതാണ് എനിക്ക് നീ ചെയ്ത നിഅമത്ത് കൊണ്ട് നിന്നിലേക്ക് ഞാൻ തിരിച്ചു വരുന്നു. ഒന്നും കഴിയൂല, ഒരാൾക്കും കഴിയൂല. ഈ ഭൂമിയിലെ പകുതിയിലേറെ രാജ്യങ്ങളും കൈവശപ്പെടുത്തിയ രാജാക്കന്മാർ എത്ര മരിച്ചില്ലേ? ഞാൻ ചില രാജാക്കന്മാരെ താരീഖൊക്കെ വായിക്കുമോ ഇങ്ങനെ നോക്കിയിരിക്കും, പഠിച്ചോനെ എന്തൊരു കാലം. എന്നിട്ട് അവർ 45-ാം വയസ്സിൽ 49-ാമത്തെ വയസ്സിലൊക്കെ മരിക്കുക. മുസ്ലിം അലക്സാണ്ടർ മരിക്കുന്നത് 33-ാമത്തെ വയസ്സിലാണ്. സുലൈമാൻ ഖാനൂനി മരിക്കുന്നത് മുഹമ്മദ് അൽ ഫാത്തി മരിക്കുന്നത് 49-ാമത്തെ വയസ്സിലാണ്. 49 വയസ്സ് സുലൈമാൻ ഖാൻ മരിച്ചു. ചിന്തിക്ക്. അങ്ങനെ അലക്സാണ്ടർ മരിക്കുന്നത് 33-ാമത്തെ വയസ്സിലാണ്. സുലൈമാൻ ഖാനൂൻ മുഹമ്മദ് അൽ ഫാത്തി രാജാവ് മരിക്കുന്നത് 49-ാമത്തെ വയസ്സിലാണ്. ഇവർക്ക് ലോകം കണ്ട ഡോക്ടർമാരുണ്ടായിരുന്നു. പക്ഷെ കഴിയൂല, ഒരാൾക്കും കഴിയില്ല. ആർക്ക് മാത്രം? അല്ലാഹ്. അവനാണ് അല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. മനസ്സറിഞ്ഞ് മാഫി ഖൽബി ഗൈറുല്ലാഹ അലന്നബി സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ചില ആളുകളൊക്കെ ചില ചരിത്രത്തിൽ ഉദയം കൊള്ളും, സൂര്യൻ ഉദിക്കുന്നത് പോലെ. എപ്പോഴും വിചാരിക്കും അവരതാണ് എന്ത് കാലം. പതിയെ വേദന കൊണ്ടുവരുന്നത് മഞ്ചലിട്ട് 4 ആൾ ഏറ്റും. അങ്ങനെ ഇരുന്നു. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരുണ്ടായിരുന്നു. ആളുകൾ ഏറ്റുകൊണ്ടുപോകുക, കാറിന്റെ സൗകര്യം ഏറ്റുകൊണ്ടുപോകും. ചിന്തിക്ക്, അത് മരിച്ചു, അത് മരിച്ചില്ലേ? മരിച്ചു. ഓച്ചിറയിൽ ഒരു പള്ളിക്കാട്ട് കിടക്കുന്നുണ്ട് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. കേരളം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകനാണ്. അള്ളാഹു അവർക്ക് മൗഫറത്ത് നൽകട്ടെ, ഒരു സേവനങ്ങളെ അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങനെ ഉദയം കൊണ്ടുവരും. അത് പിന്നെ അങ്ങനെ പോവും, അതെങ്ങനെ പോവും. നാട്ടിക മുസ്ലിയാരുണ്ടായിരുന്ന കാലത്ത് പറയും, കദീനക്ക് വെടികൊട്ട് കദീനക്ക് തീ കൊടുക്കുമ്പോഴും പൊട്ടുമ്പോഴും മാത്രമേ ആള് ശ്രദ്ധിക്കുള്ളൂ, കഴിഞ്ഞാൽ ശ്രദ്ധിക്കൂല. അതൊരു വർത്താനം. കദീനക്ക് ഇപ്പൊ പൊട്ടുന്ന കാലം. ഞാൻ നേരം വിളിക്കാൻ കാലത്ത് അലാറൊന്നും പറ്റിയെന്നില്ല, പൊട്ടലായിട്ട് ഉണർന്ന്. മനസ്സിലായില്ലേ? അതെ അൽഹംദുലില്ലാഹ്.
ഓരോ ആചാരങ്ങളും മര്യാദകളും രീതികളും അതൊക്കെ നടക്കണ്ടേ? എല്ലാം ചേർന്നാണ് നമ്മുടെ രാജ്യം. ലോകത്തെ ഏറ്റവും വലിയ സന്തുഷ്ടിയുടെ രാജ്യമാണ് ഇന്നും നമ്മുടെ രാജ്യം. അല്ലാഹു അത് ഹിന്ദുക്കൾ ആചാരങ്ങൾ, ഹിന്ദുക്കൾക്ക് ഇന്നൊരു പ്രധാന ദിവസമാണ്, മുസ്ലിങ്ങൾക്ക് ഇന്ന് പ്രധാന ദിവസമാണ്, ക്രിസ്ത്യാനിക്ക് ഇന്ന് ദുഃഖവെള്ളിയാണ്, മുസ്ലിങ്ങൾക്ക് ഇന്ന് നടുവിലപ്പത്തിലെ വെള്ളിയാണ്, ക്രിസ്ത്യാനികൾക്ക് ഇന്ന് ദുഃഖവെള്ളിയാണ്, ഹിന്ദുക്കൾക്ക് ഇന്ന് വിഷുവാണ്. അപ്പോൾ ഈ ഒരു നന്മയുടെ ഈ നിറസാന്നിധ്യം, ഈ ഒരു സന്തോഷത്തിന്റെ സാകല്യം, ഇതാണ് സത്യത്തിൽ നമ്മുടെ ഭാരതം. അല്ലാഹു ഈ ധർമ്മവും ഈ ഒരു നന്മയും ഈ പരസ്പര കൂട്ടും അല്ലാഹു നിലനിർത്തി തരട്ടെ എന്നും അല്ലാഹു. അതൊക്കെ വേണം തന്നെ, ഇതെല്ലാം വേണം. അതാണ് മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ. മനസ്സിലായോ? ചിന്തിക്കണം, ചിന്തിക്കുക. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയും അല്ലാഹു ബോധം തരട്ടെ. നമുക്ക് ചിന്തിക്കണം. ഒരാൾക്ക് കഴിവില്ല, അല്ലാഹുവിന് മാത്രം. അല്ലാഹു എന്തേ ഞാൻ പറഞ്ഞുകൊണ്ടുവന്ന് തോന്നിക്കാനും അതെ കടീനൊക്കെ തീ കൊടുക്കുമ്പോൾ മുസ്ലിയുടെ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്നത്തെ പ്രഭാഷണം. മുസ്ലിയാർ പറയും കടീനൊക്കെ തീ കൊടുക്കുമ്പോഴും പൊട്ടുമ്പോഴും ആളറിയും, പിന്നെ അറിയില്ല. തീ കൊടുത്ത് പിന്നെ ഒറ്റ പൊട്ടട് പൊട്ടും, മേലക്കണ് പൊണ്ടിയിട്ട് ഒറ്റ പൊട്ടും. പൊട്ടിക്കഴിഞ്ഞാലോ പിന്നെ ഏതെങ്കിലും ചെളിയിലോ മറ്റോ ഇതേ കടീന പോയി കിടക്കും. അത് ആരും ശ്രദ്ധിക്കൂല. ആ പൊട്ടുന്ന സമയം മാത്രമേ ആൾ ശ്രദ്ധിക്കുള്ളൂ. ഇത് തന്നെയാണ് പ്രഭാഷകൻ. ആ പ്രഭാഷണത്തിന് സമയം മാത്രമേ ആളുകളെ അയാൾ ശ്രദ്ധിക്കൂ. അത് കഴിഞ്ഞാൽ അയാൾ കതിന കുറ്റിയ. ഇന്ന് നാട്ടിക മുസ്ലിം പറയാം സത്യ വാക്കാണ്. രാജാവ് അങ്ങനെ തന്നെയാ, ഒക്കെ എല്ലാവരും അങ്ങനെ തന്നെയാ. ഒരു സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കും. എന്നും ശ്രദ്ധിക്കുന്ന ഒരുത്തനേ ഉള്ളൂ. അവൻ ആരാണ്? അല്ലാഹ്. അവനിലേക്ക് കെട്ടിയാൽ എന്നും ശ്രദ്ധിക്കും. അവനിലേക്ക് കൂട്ടിക്കെട്ടിക്കളാം. സുൽത്താൻ സലാഹുദ്ദീനെ എന്നും ഓർക്കും. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ ഖൽബ് അല്ലാഹുവിൽ ബന്ധിതമാണ്. മുഹമ്മദുൽ ഫാത്തിഹിനെ എന്നും ഓർക്കും. അദ്ദേഹത്തിന്റെ ഖൽബ് അല്ലാഹുവിൽ ബന്ധിതമാണ്. മനസ്സിലായില്ലേ? മനസ്സിലായോ? അതന്നെ ഒരു ഖലീഫയാണ് സദിയഖ് എന്നും ഓർക്കും. ഖൽബ് അല്ലാഹുവിൽ ബന്ധിതമാണ്. ഒരു ഖലീഫയാണ് സയ്യിദ്ന ഉമർ അൽ ഫാറൂഖ് എന്നും ഓർക്കും ജനം. എന്തുകൊണ്ട്? ഖൽബ് അല്ലാഹുവിൽ ബന്ധിതമാണ്. സയ്യിദ്ന ഉസ്മാൻ, സയ്യിദ്ന അലി, സയ്യിദ്ന ഹസൻ, സയ്യിദ്ന മുആവിയ റളിയല്ലാഹു അൻഹു, സയ്യിദ്ന ഉമർ ബിൻ അബ്ദുൽ അസീസ്. അതേ സമയത്ത് താരിഖ് നമ്മൾ പറഞ്ഞെന്നാൽ നിങ്ങൾ സുലൈമാൻ ഹിശാം ബിൻ അബ്ദുൽ മലിക്കിനെ ഓർക്കും, വലീദ് ബിൻ മർവാൻ ബിൻ ഹക്കമിനെ ഓർക്കും. ഇതൊക്കെ രാജാക്കന്മാരാ. നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്നാൽ ഈ 6 ആളെ നിങ്ങൾക്ക് അറിയും. എന്തുകൊണ്ട്? ഇവരൊക്കെ അള്ളാഹുവിൻ്റെ ആളുകളാ. മറ്റൊരോ രാജാക്കന്മാരാ. ആരാളല്ല, അള്ളാഹുവിൻ്റെ ആളാണെങ്കിൽ രാജാവ് നീ ഓർക്കും, മന്ത്രിയെ ഓർക്കും, ആരെ ഓർക്കും? പിന്നെ ആരാളാവണം? പണ്ഡിതന്മാരെ ഓർക്കും. ഇവർ അള്ളാഹിൻ്റെ ആളായാൽ. അല്ലെങ്കിൽ താൽക്കാലികം അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, നല്ല ഉസ്താദാണ്, ഇത്ര തന്നെ. അതേ സമയത്ത് ആ മനുഷ്യൻ അള്ളാഹിൻ്റെ ആളാണ്. തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ ബാക്കവിയാണോ ദാരിനോ ഒന്നുമല്ല. മുഹമ്മദ് മുസ്ലിയാറിനെ പേരുള്ളൂ. തൃപ്പഞ്ചി മുഹമ്മദ് മുസ്ലിയാർ എന്നും ഓർക്കും. എന്തുകൊണ്ട്? അള്ളാഹിൻ്റെ ആളാണ്. ആക്കറ കന്യാൽ അബ്ദുല്ലാജി എന്നും ഓർക്കും. എന്തേ? അള്ളാഹിൻ്റെ ആളാണ്. ആജി എത്ര അബ്ദുല്ലാജി പറയുന്നുണ്ട്, ആരും ഓർക്കൂല. ഇതോർക്കും. ഇതെന്ത്? അള്ളാഹുവിൽ ബന്ധിതമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സറിഞ്ഞ് അള്ളാഹു പറയും അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹിൻ്റെ ആളാകാൻ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഖൽബ് അള്ളാഹുവിൽ ബന്ധപ്പെടുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൽ ഖൽബിനെ ബന്ധിപ്പിക്കാനുള്ള ഒരു വഴി പറഞ്ഞു. ഈ ആഴ്ച ചെയ്യേണ്ട വഴി എന്ത്? ശുദ്ധീകരണം. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ ഇസ്തിഗ്ഫാറും എൻ്റെ പുറമേത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഒന്നുകൂടി اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت حسبي ربي جل الله. لا إله إلا الله إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك الغافر ذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم توبة فاغفر ذنوبي فإنك غافر ذنب العظيم. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة
فاغفر ذنوبي فإنك غافر ذنب العظيم.